ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹൻജി. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിരവധി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നമ്മളാരും താല്പര്യം ഉണ്ടായിട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തവരല്ല. നേരെ മറിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാസത്തിൽ പോയി പ്രവാസ ജീവിതം നയിച്ച് അതിൽ നിന്നും എന്തെങ്കിലും സമ്പാദിച്ച് നമ്മുടെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തെ കരകയറ്റുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പലരും പ്രവാസ ജീവിതത്തിലേക്ക് പോകാറുള്ളത്. എന്നാൽ കൂടുതലും പ്രവാസ ജീവിതത്തിൽ പോയി മടങ്ങുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന വലിയൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ പോക്കറ്റ് കാലിയായിരിക്കും. അവർക്കാകുന്ന സമയത്ത് കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയും അവർ കഠിന അധ്വാനം അല്ലെങ്കിൽ അത്യധ്വാനം ചെയ്ത് മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങളും അവർ പരിഹരിക്കും. എന്നാൽ വാർദ്ധക്യമായി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പ്രവാസ ജീവിതത്തിലിരിക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നാട്ടിൽ വരും. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഇൻകം ഉണ്ടാകത്തക്ക രീതിയിൽ ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ ആരംഭിച്ച് വയ്ക്കുക, അല്ല എങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള എന്തെങ്കിലും ഇൻഷുറൻസുകളിൽ ചേരുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പ്രയാസമില്ലാതെ റിട്ടയർമെൻറ്റ് ലൈഫിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്തരത്തിൽ പ്രവാസ ജീവിതത്തിൽ ഉള്ള ആൾക്കാർ ശ്രമിച്ചാൽ അത് ഏറ്റവും അത്യുത്തമമായിരിക്കും. എൻ്റെ ഈ മെസ്സേജ് ഒരു പ്രവാസിക്കെങ്കിലും പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. സ്നേഹപൂർവ്വം നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം മോഹൻജി.